നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ ഈ മന്ത്രം ചൊല്ലിക്കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശുഭകരമാകും. അപ്പം നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മളെല്ലാവരും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അപ്പം ആ ദിവസം പകല് ശുഭകരമായിട്ട് വരാനും പകല് ആപത്തുകളോ അപകടങ്ങളോ അപമാനങ്ങളോ നമുക്ക് ചെയ്യാത്ത തെറ്റിന് പഴിയോ ഒന്നും കേൾക്കരുത്. നമ്മൾ ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് പോയാലും ആരുമായിട്ടും കലഹിക്കേണ്ട അവസ്ഥ വരരുത്. നമുക്ക് മനസ്സിലിഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും സംഭവിക്കരുത്, അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുത്. രീതിയിലൊക്കെയാണ് എല്ലാവരും രാവിലെ വിളക്ക് കത്തിച്ച് അതാത് ഭഗവാന്മാരോട് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കുക അല്ലേ? അപ്പോൾ വൈകിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് അപകടങ്ങളൊന്നും വന്നു വിടയാൻ പാടില്ല. രാത്രിയിൽ ഈ പറഞ്ഞ ചില ക്ഷുദ്രജീവികളൊക്കെ അടിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. ദുസ്വപ്നങ്ങളൊക്കെ രാത്രി പേടിച്ച് എണീറ്റ് ചിലരൊക്കെ കരയും. ദുസ്വപ്നങ്ങളൊക്കെ പണ്ട് പേടിച്ച് കിടക്കുന്ന താഴെ വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ രാത്രി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ. പിന്നെ ചിലർക്കാണെങ്കിൽ ഉറക്കം ഈ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം എണീക്കും, പിന്നെ അങ്ങോട്ട് ഉറക്കം വരികയില്ല. അപ്പം അങ്ങനെ ഉറക്കക്കേട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണുന്നവരോടെല്ലാം ദേഷ്യം വരും. കാണുന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ നശിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി എല്ലാവർക്കും എന്നല്ല ചിലർക്കെങ്കിലും ഉണ്ടായിന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാനൊക്കെ ആയിട്ടാണ് സ്ത്രീസന്ധ്യ അല്ലെ ത്രിസന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ ഗ്രാമദേവതയായാലും ഇഷ്ടദേവതയായാലും അപ്പം ആ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ഭസ്മം തൊട്ട് നാമം ജപിച്ച് പ്രീതിപ്പെടുത്തുന്നു. ഇപ്പം ആ പ്രീതിപ്പെടുത്തി നമ്മൾ സാധാരണ രാത്രി എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ നേരത്താണ് ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. ശിവസങ്കല്പത്തിലുള്ള മന്ത്രമാണ് നമ്മൾ ജപിക്കുക. അതിന് നമുക്ക് ജപിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവ ദേവത എന്ന് ആദ്യം ഛന്ദസ് തൊട്ടിട്ട് നമ്മൾ ഛന്ദസ് തൊടുന്നത് ഇങ്ങനെയാണ്. 3 വിരലുകൊണ്ട് ശിരസ് മുഖത്തെ സങ്കല്പിച്ച് നമ്മൾ മൂക്കിൻ്റെ താഴെ, ബാക്കി ഹൃദയഭാഗം, ഇങ്ങനെ 3 നമ്മൾ ഛന്ദസ് തൊട്ടിട്ട് ആദ്യം ഒരു 108 സംഖ്യ നമശിവായ നമ്മൾ ജപിക്കുക. അതിനുശേഷം തൽപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയൽ, ഈ മന്ത്രം നമുക്ക് ഒരു 36 പ്രാവശ്യം നമ്മൾ ജപിക്കുക. അതിനുശേഷം നമ്മൾ ജപിക്കുകയെന്ന് വെച്ചാൽ ഈശാന സർവവിദ്യാന ഈശ്വര സർവഭൂതാന ബ്രഹ്മാധിപതിർ ബ്രഹ്മണോധിപതിർ ബ്രഹ്മശിവോമേ അസ്തു സദാശിവോ. ഈ മന്ത്രം നമുക്ക് പറ്റുന്നെങ്കിൽ ഒരു 36 പ്രാവശ്യം, ഇല്ലെങ്കിൽ 21 പ്രാവശ്യം, ഇല്ലെങ്കിൽ 28 പ്രാവശ്യം, ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഒരു 12 പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിച്ചിട്ട് നമ്മൾ അടുത്ത ജപിക്കേണ്ടത് ചെയ്യാൻ അഘോര മന്ത്രമാണ് ഭഗവാന്റെ. ഓം ഹ്രൈം സ്ഫുര സ്ഫുര പ്രസ്ഫുര ഘോര ഘോര ധന ധനരൂപ ചട ചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭൾ സ്വാഹ. അപ്പം ഈ മന്ത്രങ്ങൾ ഈ പറഞ്ഞ അവസാനത്തെ മന്ത്രം അഘോര മന്ത്രമാണ്. ഇത് പറ്റുമെങ്കിൽ 12 പ്രാവശ്യമോ അല്ലെങ്കിൽ 8 പ്രാവശ്യമോ, സാധിക്കുമെങ്കിൽ 36 പ്രാവശ്യം തന്നെ ജപിക്കുക. ജപിച്ച ശേഷം വീണ്ടും നമ്മൾ വാമദേവർഷി പങ്ക്തിച്ഛന്ത സദാശിവ ദേവത ഇങ്ങനെ 3 പ്രാവശ്യം 3 തൊട്ട് ഛന്ദസ് പൂർത്തിയാക്കുക. ശേഷം നമുക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാത്രി സുഖകരമായ നമുക്ക് ഉറക്കം ലഭിക്കാനും പിറ്റേ ദിവസം ശുഭകരമായിട്ട് വരാനും രാവിലെ നമുക്ക് നല്ല കണിയൊക്കെ എണീക്കാനും ഒക്കെ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും, മഹേശ്വരൻ്റെ കൈലാസപതിയായിരിക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും നമ്മുടെ കർമ്മമേഖലയിലും എല്ലാം ഉണ്ടാവും. ഞാൻ ഈ മന്ത്രം പതിവായിട്ട് ഓർത്ത് വെച്ച് നമ്മൾ മഹാദേവൻ്റെ ആ കൈലാസത്തിൽ, അദ്ദേഹം കൈലാസപർവ്വതത്തിൽ ഇരിക്കുന്ന, അതായത് പാർവതി സമേതനായിട്ട് കയ്യിൽ ശൂലമൊക്കെ ആയിട്ട്, കഴുത്തിൽ പാമ്പും ഒക്കെ ആയിട്ട്, വാസുവൊക്കെ ആയിട്ട്, വാസുകി സർപ്പമൊക്കെ ആയിട്ട്, ഇപ്പം സുബ്രഹ്മണ്യ സ്വാമിയും പറഞ്ഞ പോലെ തന്നെ ഗണപതി ഭഗവാനെയും എല്ലാവരെയും സമേതനായിട്ട്, നന്ദി സമേതനായിട്ടൊക്കെ നിൽക്കുന്ന ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിക്കാനായിട്ട്. ജപിച്ച് നമ്മളൊരു 10 ദിവസം നോക്കിയാട്ടെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.